ഇനി അങ്ങോട്ട് എന്താണ് അയോധ്യ എന്നുള്ളതാണ് ഈ പറയുന്ന ശീലങ്ങളിലേക്ക് എങ്ങനെയാണ് അയോധ്യ കടന്നു വരിക, സാമ്പത്തിക താല്പര്യങ്ങളിലേക്ക് അയോധ്യ എങ്ങനെ കടന്നു വരുന്നു, രാഷ്ട്രീയത്തെ അവരെങ്ങനെ വ്യയം ചെയ്തെടുക്കും, ഇതിൻ്റെ ഔട്ട്പുട്ടിനെ എങ്ങനെയാണ് അവർ കൾട്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതായിരിക്കും ഇനി അങ്ങോട്ടുള്ള അയോധ്യയുടെ ഒരു പിക്ചർ. രാമക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാനവുമായി ബന്ധപ്പെട്ട് രാജ്യം വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്കും മറ്റു തരത്തിലുള്ള മാധ്യമ ശ്രദ്ധയിലേക്കും അതിൻ്റെ തന്നെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു സമയത്ത് എന്തുകൊണ്ട് രാമക്ഷേത്രം എന്നത് മാത്രം, അല്ലെങ്കിൽ എന്തുകൊണ്ട് രാമക്ഷേത്രം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇടം, അല്ലെങ്കിൽ ആ അയോധ്യയിലെ രാമക്ഷേത്രത്തെ ഏത് തരത്തിൽ സർക്കാരുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇത് രാജ്യത്ത് നിലവിൽ പലതരത്തിലുള്ള പുതിയ സമ്പ്രദായങ്ങളോ അല്ലെങ്കിൽ അവരുടെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ വിശ്വാസങ്ങളോ അല്ലെങ്കിൽ പിൽഗ്രിം ടൂറിസം എല്ലാ കാലത്തും പലതരത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സംസ്കാരവും അത് നമ്മുടെയൊക്കെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകൾ ധാരാളം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് രാമക്ഷേത്രത്തിന് അല്ലെങ്കിൽ അയോധ്യയ്ക്ക് മറ്റ് പിൽഗ്രിം സെൻറ്ററുകളുമായി അല്ലെങ്കിൽ പിൽഗ്രിം ടൂറിസവുമായിട്ടോ മറ്റു തരത്തിലുള്ള തീർത്ഥാടന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യാസം എന്നുള്ളതിനാണ് അതിൻ്റെ അധികാരവും അതിൻ്റെ അധികാരഘടനയിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള എല്ലാതരം ഗൂഢാലോചന സിദ്ധാന്തങ്ങളും അതിൻ്റെ തന്നെ അവാന്തരങ്ങളായി സംഭവിച്ചിട്ട് നമ്മൾ രാജ്യം കണ്ട പലതരത്തിലുള്ള പ്രതിസന്ധികളും രാഷ്ട്രീയ പ്രശ്നങ്ങളും മറ്റു തരത്തിലുള്ള സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് പറഞ്ഞു വന്നാൽ ഇന്ത്യയിലെ ഒരു വത്തിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു മെക്ക ആവാനുള്ള അല്ലെങ്കിൽ ആക്കാനുള്ള സംഘപരിവാറിൻ്റെ ശ്രമം ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കും അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ മോട്ടീവിനോ അല്ലെങ്കിൽ അത് എങ്ങനെ മോണിറ്റൈസ് ചെയ്യാം എന്നതിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നതിലായിരിക്കും ഈ രാജ്യം ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇവിടുത്തെ സമൂഹം ഈ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഉറ്റുനോക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. നമുക്കറിയാം ഇപ്പോൾ പഴയ ചരിത്രമൊക്കെ എല്ലാവരും രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളമായിട്ട് പറയുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുമ്പം രണ്ട് തരത്തിലുള്ള വാദങ്ങൾ വരും. ഒന്ന്, പഴയ കാര്യങ്ങൾ ഇനി വീണ്ടും ഓർക്കേണ്ടതോ ആവർത്തിക്കപ്പെടേണ്ടതോ ഉണ്ടോ, ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടോ. മറ്റൊന്ന്, പുതിയ കാലത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ സംഭവിച്ചിട്ടുള്ള സോഷ്യൽ ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾക്ക് എത്ര കണ്ട് അത് സ്വീകാര്യമായി തീർന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി പഴയ വിവാദങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ടോ തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇപ്പം നമുക്കറിയാം 1940കളിൽ തുടങ്ങി ഇപ്പോൾ 2023-ലോ 24-ല് ഇപ്പോൾ 24-ല് രാമക്ഷേത്രത്തിൻ്റെ അതിൻ്റെ പ്രതിഷ്ഠ അല്ലെങ്കിൽ അത്തരത്തിൽ ക്ഷേത്രം തുറന്നു കൊടുക്കാനുള്ള ഒരു സാഹചര്യം സംഭവിക്കുമ്പോൾ ഇത്രയും വർഷം കൊണ്ട് നടന്നിട്ടുള്ള സംഗതികൾ അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, അതിൻ്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ള പലർക്കും സംഭവിച്ചിട്ടുള്ള വേദനകൾ, അത്തരത്തിലുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, അതിൻ്റെ മതപരമായിട്ടുള്ള വേർതിരിവുകൾ, വർഗീയ കലാപങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുടെ ഒരു ഒസ്യത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്കം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാലൻസ് ഷീറ്റ് കൂടി അതിന് പുറകിലുണ്ട്. അതുകൊണ്ടാണ് മറ്റ് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചോ മറ്റ് ആരാധനാലയങ്ങളുടെ ടൂറിസമോ വിശ്വാസമോ അവരുടെ വിശ്വാസ സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ടോ ഉള്ള രീതികളിൽ നിന്നും രാമക്ഷേത്രം വ്യത്യാസപ്പെടുന്നത്. അതായത് 40കളിൽ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ട ചില കാര്യങ്ങൾ, ഇപ്പോൾ എന്തുകൊണ്ടാണ് രാമക്ഷേത്രത്തിലേക്ക് അതിൻ്റെ ഇപ്പോഴത്തെ പ്രതിഷ്ഠാനത്തിലേക്ക് എത്തുന്ന തരത്തിൽ അതിനു മുമ്പുള്ള നാൾ വഴികൾ എത്ര കണ്ട് നമുക്ക് സ്വീകാര്യമായി തീരുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം 1940കളിൽ നമുക്കറിയാം അവിടെ ഈ ഉത്തർപ്രദേശിലെ അല്ലെങ്കിൽ ബൽറാംപൂരിലെയോ അല്ലെങ്കിൽ ആ മേഖലകളിലെ അന്ന് ഫൈസാബാദ് മേഖല എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറച്ച് ദൂരെ പ്രയാഗ്രാജ് എന്ന് പറയുന്ന മറ്റൊരു പ്രദേശം, അലഹബാദ് എന്ന് നമ്മൾ വിളിച്ചിരുന്ന പ്രദേശം, ഇത്തരം മേഖലകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട സന്യാസിമാരോ അതുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ ഹിന്ദു മഹാസഭയിൽ നിന്ന് ഉണ്ടായ തീപ്പൊരികൾ, അതായത് ഈ വിഷയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ചില നീക്കങ്ങൾ 1940കൾ മുതൽ ഉള്ളതാണ്. ഇപ്പോൾ 47-ലോ 48-ലോ 49-ലോ ഒക്കെയാണ് ഇതിൻ്റെ വലിയ ആലോചനകൾ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വലിയ ഗൂഢാലോചനകൾ നടന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അന്നത് പങ്കെടുത്തിരുന്ന ആളുകളുടെ തലമുറ അല്ലെങ്കിൽ അന്ന് പങ്കെടുത്തിരുന്ന വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രസ്ഥാനങ്ങൾ പിന്നീട് വളർന്നിട്ട് ഇന്നത് അന്ന് നടത്തിയ കോൺസ്പിരസി പോലും ഇന്ന് നടത്തിയ
ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വലിയ അഭിമാനകരമായ ഒരു പ്രവൃത്തിയാണ് എന്നുള്ള തരത്തിലുള്ള മാധ്യമ നറേറ്റീവുകൾ പോലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 47-ലൊക്കെ അവിടുത്തെ ചില നാട്ടുരാജാക്കന്മാരുമായി ചേർന്നിട്ടുള്ള, അല്ലെങ്കിൽ അവിടുത്തെ ചില സന്യാസി വിഭാഗങ്ങളുമായി ചേർന്ന് അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയിട്ടുള്ള ചില നീക്കങ്ങൾ, ചില ആലോചനകളും അവരുടെ ചില ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. ഈ 48-ലാണ് രാമരാജ്യ പരിഷത്ത് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു സംഘാടന തന്നെ ഉണ്ടാവുന്നുണ്ട്. രാമക്ഷേത്രവും അല്ലെങ്കിൽ രാമൻ്റെ ഒരു പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചില ആലോചനകൾക്കും ഗൂഢാലോചനകൾക്കൊക്കെ വേണ്ടിയിട്ട്. അതിലൊരു മലയാളി ഒരു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഈ മെഷീനറി ഉപയോഗിച്ച് ഇതിനെ സഹായകരമാക്കി കൊണ്ടുവന്നത് എന്നുള്ളതിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. അതൊക്കെ ഒരുപാട് പല പുസ്തകങ്ങളിൽ വന്നതാണ്. ആ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രാൺ പ്രതിഷ്ഠ എന്നെല്ലാം പറഞ്ഞ് കേരളത്തിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പ്രത്യേക സെഗ്മെൻറ്റ് ആയി മാറ്റിക്കൊണ്ട് ഒരു പ്രത്യേക സ്ലഗിൽ ഇതെല്ലാം വളരെ വലിയ അഭിമാനകരമായ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയമായ ഒരു പ്രവൃത്തിയുടെ എല്ലാ തരത്തിലുള്ള സ്വീകാര്യതയ്ക്ക് വേണ്ടി നടത്തിയ ഏതോ പുണ്യപ്രവൃത്തി. 1948-ലാണ് രാമരാജ്യ പരിഷത്ത് പോലുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നുണ്ട്. അവിടുത്തെ ഹിന്ദു മഹാസഭയുമായി ചേർന്ന് സ്വാമി കർപ്രതി അല്ലെങ്കിൽ മഹാരാജ് പടേശ്വരി സിംഗ്, അതുപോലെ നമുക്ക് പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ് സ്വാമി ദിഗ്വിജയ്നാഥ്, അതുപോലെ അവിടുത്തെ ഒരു മലയാളിയായിരുന്ന ICS ഉദ്യോഗസ്ഥനായിട്ടുള്ള ഫൈസാബാദ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് നടത്തിയിട്ടുള്ള ആലോചനകൾ, അതിനെ വേറെ തരത്തിൽ ഗൂഢാലോചനയാണത്. അത് അത്തരത്തിലുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് ഈ പറയുന്ന രാംലല്ലയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവാദങ്ങൾ തുടങ്ങി വയ്ക്കുന്നത് 50s-ലാണ്. പിന്നീട് നമുക്കറിയാം നെഹ്റുവും അതിനുശേഷം ഇന്ദിരയുമൊക്കെ ഈ പറയുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭക്തരെ ഏത് തരത്തിൽ വിശ്വാസത്തിലേക്ക്, അവരുടെ വിശ്വാസത്തെ ഏത് തരത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് നെഹ്റുവിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. നെഹ്റു ഒരിക്കലും അതിന് ശ്രമിച്ചിട്ടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളോട് മുഖം തിരിച്ചു നിന്നിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. പക്ഷേ രുദ്രാക്ഷമൊക്കെ അണിഞ്ഞു വരുന്ന ഇന്ദിരയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ അത്തരം ചെറിയ വിശ്വാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരൊരിക്കലും അത്തരത്തിലുള്ള വിശ്വാസത്തിൻ്റെ മറ്റൊരു തരത്തിലുള്ള മൗലികമായ സംഘാടനത്തോട് യോജിപ്പുള്ളവരായിരുന്നില്ല. ജനസംഘത്തോടൊന്നും അങ്ങനെ യോജിച്ച് നിന്നിട്ടുള്ള ഒരാളല്ല. ഒരുപക്ഷെ ഈ അടുത്ത് ശേഖർ ഗുപ്തയെ പോലൊരു ജേർണലിസ്റ്റ് എൻ്റെ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. അതായത് നെഹ്റുവും ഇന്ദിരയ്ക്കും ശേഷം കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വന്നവർക്ക് ഈ വിഷയങ്ങളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ പറയുന്ന നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള, നമ്മൾ ശേഖർ ഗുപ്തയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ആൾമൈറ്റി പേഴ്സണാലിറ്റി കൾട്ടുകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ പ്രോഗ്രഷനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ നാൾവഴികളെക്കുറിച്ചൊക്കെ പലതരത്തിലുള്ള പുസ്തകങ്ങളും ലേഖനങ്ങളും നിരവധിയായിട്ടുള്ള സാമൂഹ്യ ചിന്തകരും മുതിർന്ന മാധ്യമ പ്രവർത്തകരൊക്കെ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 1950-കളിൽ തുടങ്ങി ഇപ്പോൾ 2024 രാമക്ഷേത്രത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ, ഒരുപാട് തരത്തിലുള്ള ഭീതികൾ, മറ്റു തരത്തിലുള്ള വിഭജനങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള വർഗീയ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി നാൾവഴികളെ പിന്നിട്ടുകൊണ്ട് ഒരു ക്ഷേത്രം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളിൽ മറ്റു തരത്തിൽ, ഇപ്പോൾ തിരുപ്പതിയോ മറ്റു ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ശബരിമലയോ വേറൊരു മേഖലയിലുള്ള ക്ഷേത്രങ്ങളോ, ഇപ്പോൾ ബീഹാറിലുള്ള ബുദ്ധവിഹാരങ്ങളോ ഉൾപ്പെടെയുള്ള പിൽഗ്രിം ടൂറിസത്തിൻ്റെ ഒന്നും ഭാഗമായിട്ട് നമുക്ക് രാമക്ഷേത്രത്തെ കണക്കാക്കാൻ പറ്റാത്തതിൻ്റെ കാരണം തീർച്ചയായിട്ടും അതിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സംഭവവികാസങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള മനുഷ്യൻ്റെ വേദനകളുമാണ്. അത് സ്വാഭാവികമായിട്ടും അതൊരു വലിയ വിഷയമാകുകയും അത് ആ തരത്തിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മതേതര ബോധ്യത്തെ അല്ലെങ്കിൽ മതേതര കാഴ്ചപ്പാടിനെയും പുരോഗമന മനസ്സിനെയൊക്കെ വല്ലാതെ ബാധിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ ഇന്ത്യയിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു ക്ഷേത്രം വരുന്നത് കൊണ്ട് എന്തുകൊണ്ട് അത് വിമർശിക്കപ്പെടുന്നു ഒരു വിഭാഗം ആളുകൾ എന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അതൊരു പക്ഷേ മറ്റ് പലരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലത്തെ അനുഭവം കൊണ്ടോ ഇത്രയും കാലത്തെ ഓർമ്മകളോ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു ആത്മസാക്ഷാത്കാരം എന്നോ ഒരു പൂർത്തീകരണം എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് ഇന്ന് ഒരു പൊതുബോധം ഇതിൻ്റെ എല്ലാം ആക്സെപ്റ്റൻസിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു വസ്തുത. അയോധ്യയെ എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തെ എങ്ങനെ പൊളിറ്റിക്കലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തെ എങ്ങനെ പൊളിറ്റിക്കലി മോണിറ്റൈസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരുപക്ഷെ ഏറ്റവും വലിയ ഉദാഹരണം അയോധ്യ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിൽഗ്രിം ടൂറിസം എന്ന് പറയുന്നത് നമുക്ക് മറ്റ് കംബോഡിയയിലുണ്ട്, അല്ലെങ്കിൽ മറ്റൊരുപാട് ഇന്തോനേഷ്യയിലുണ്ട്, മറ്റ് ഒരുപാട് മേഖലകളിലൊക്കെ ഉള്ളതാണ്. നേപ്പാളിലുണ്ട്.
ഇപ്പോൾ ഇന്ത്യയിൽ ഉൾപ്പെടെ മറ്റു മേഖലകളിൽ ഈ പിൽഗ്രിം ടൂറിസവും മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് അതിൻ്റെ ഒന്നും ഭാഗമല്ല. ഇത് നമ്മൾ നേരത്തെ പറയുന്ന സ്ഥിരം നിരവധി വിമർശനങ്ങൾ സാമൂഹിക വിമർശകരൊക്കെ ഉന്നയിച്ചിട്ടുള്ളതുപോലെ ഇതൊരു ഇന്ത്യ ഒരു മതേതര രാജ്യം, ഒരു ജനാധിപത്യപരമായിട്ടൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സോഷ്യലിസ്റ്റ് പരമാധികാര ഒരു റിപ്പബ്ലിക് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു രാജ്യത്ത് ഒരു ക്ഷേത്രം വരുന്നതിൻ്റെ തുടക്കത്തിൽ ഒരു പള്ളി പൊളിച്ചുകൊണ്ട് ഒരു ക്ഷേത്രം ഉണ്ടാകുന്നു, അതിന് മറ്റു തരത്തിലുള്ള സോഷ്യൽ ആക്സെപ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതും കൂടെയാണ് അയോധ്യ ശ്രദ്ധിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും പുതിയ കാലത്തെ അയോധ്യ എങ്ങനെയായിരിക്കും, പുതിയ കാലത്തെ രാഷ്ട്രീയത്തിൽ, പുതിയ കാലത്തെ സാമൂഹിക രാഷ്ട്രീയത്തിൽ അയോധ്യ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന് എനിക്ക് തോന്നിയത്, ഇപ്പോൾ ജനുവരിയിൽ നമ്മൾ ഈ പറയുന്ന ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുന്നു. അതിന് മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ താല്പര്യപൂർവ്വം അല്ലെങ്കിൽ വലിയ സെഗ്മെൻറ്റുകളിൽ അല്ലെങ്കിൽ ഒരുപാട് വലിയ രീതിയിലുള്ള ആക്സെപ്റ്റൻസ് കൂട്ടുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ സ്വീകാര്യത ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നു, വലിയ പ്രചാരണം നയിക്കപ്പെടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ജനുവരിയിൽ ഇങ്ങനൊരു ചടങ്ങ് നടക്കുന്നു. സ്വാഭാവികമായിട്ടും ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരും, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ. ഈ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത് 2017 സമയത്ത് യു പിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പെല്ലാം നടക്കുന്നതിൻ്റെ കുറേ കൂടെ മുൻപ് ഹരിദ്വാറിൽ മഹന്ത് ഈ പറയുന്ന രാം ജന്മഭൂമി ന്യാസ് ഉൾപ്പെടെയുള്ള അവരുടെ സംഘടനകളിൽ ഉൾപ്പെട്ട എല്ലാ സ്വാമിമാരുടെയും സന്യാസി സമൂഹങ്ങളുടെയൊക്കെ വലിയ ഒരു കൂട്ടായ്മയും യോഗമൊക്കെ RSSൻ്റെയൊക്കെ പിന്തുണയോടുകൂടി നടക്കുകയുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഈ പറയുന്ന രാമക്ഷേത്രം വരുമോ ഇല്ലയോ, രാമക്ഷേത്രം പണിയും എന്നുള്ള രാഷ്ട്രീയ പ്രചരണം ഓരോ തെരഞ്ഞെടുപ്പുകളിലും BJP ഉപയോഗിച്ചെങ്കിലും 2016-2017 സമയത്ത് നടന്ന ആലോചനാ യോഗങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു. അത് UP ഉൾപ്പെടെയുള്ള UP എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ഒരു സന്യാസി ആയിട്ടുള്ള ആരെങ്കിലും അല്ലെങ്കിൽ ഈ രാജ്യത്ത് സന്യാസികൾ ഭരിക്കുന്ന തരത്തിലേക്ക് അധികാരത്തിലേക്ക് എത്തണം എന്നുള്ളൊരു പ്രമേയം ഹരിദ്വാറിൽ പാസ്സാക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ട് പോകുന്ന സമയത്തെല്ലാം ഇത് വളരെ അബ്സേർഡായ ഒരു ഐഡിയ ആയിട്ടാണ് പൊതുവെ മാധ്യമ പ്രവർത്തകർക്ക് തോന്നിയെങ്കിലും 2017 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ആ തീരുമാനം നടപ്പാക്കപ്പെടുകയാണ് ഉണ്ടായത് UP യിൽ. അങ്ങനെയാണ് യോഗി ആദിത്യനാഥ് വരുന്നത്. അപ്പോൾ നമുക്ക് പല ഘട്ടങ്ങളിൽ വളരെ അബ്സേർഡായിട്ടൊക്കെ തോന്നാവുന്ന പലതരത്തിലുള്ള മൗലികമായ ആശയങ്ങൾ, ഒരു കൃത്യമായ ഫണ്ടമെൻ്റലിസ്റ്റ് റൈറ്റ് വിങ് സ്വഭാവം ഉണ്ടെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിമർശിക്കുന്ന അത്തരത്തിലുള്ള ആശയങ്ങൾക്ക് പിന്നീട് വലിയ സ്വീകാര്യത കിട്ടുന്നതിന് കൂടെ നമ്മൾ സാക്ഷിയാവേണ്ടി വന്നു. പിന്നീടുള്ള തെരഞ്ഞെടുപ്പ് 2017 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 2019 വീണ്ടും BJP അധികാരത്തിൽ വരുന്നു. കൂടുതൽ സീറ്റുകൾ അവർക്ക് ഗ്രാബ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് അവർ മാറുന്നുണ്ട്. അപ്പോഴെല്ലാം ഈ പറയുന്ന മറ്റൊരു മഹന്തായിട്ടുള്ള യോഗി ആദിത്യനാഥ് സംസ്ഥാനം ഭരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട്, അതായത് ഈ രാമക്ഷേത്രത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് രണ്ടാം മോഡി സർക്കാരിൻ്റെ അവസാന സമയത്തേക്ക് എത്തുമ്പോഴേക്കും അവരതിൽ രാഷ്ട്രീയമായിട്ട് വിജയിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയമായി വിജയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവർക്കിനി അതെങ്ങനെ പൊളിറ്റിക്കലി വേറെ തരത്തിൽ അതിനെ ഉപയോഗിക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിനെ പൊളിറ്റിക്കലി മോണിറ്റൈസ് ചെയ്യാൻ എങ്ങനെ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് രാമക്ഷേത്രത്തെ അവരിനി ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അയോധ്യ എന്ന് പറയുന്നത്, ഇനിയുള്ള അയോധ്യ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ അതൊരു ഇന്ത്യൻ വത്തിക്കാനാണ് എന്നോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു മെക്കയാണെന്നൊക്കെ വരുത്തുന്ന തരത്തിലേക്കുള്ളൊരു ആക്സെപ്റ്റൻസിനെ ശീലമാക്കി എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് നമ്മളീ പറയുന്ന ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നതിന് രണ്ട് തലമുണ്ട്. ഒന്ന്, നമുക്ക് കാലങ്ങളായിട്ടുള്ള ശീലത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. മറ്റൊന്ന്, ഫോഴ്സ്ഫുള്ളി നമ്മൾ സമ്മതിക്കേണ്ടി വരികയും ആ സമ്മതം കാലങ്ങൾക്ക് അനുസരിച്ച് നമ്മൾക്ക് കൂടെ വൾണറബിളായ, നമുക്ക് കൂടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ആ ശീലത്തെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് നേരത്തെ ഒക്കെ നമ്മൾ പറയാറുള്ള പോലെ ഈ ഫാസിസത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ഫാസിസം ഒരുപാട് എതിർപ്പുകളിലൂടെ ആ ഫാസിസം കടന്നു വരികയും അതിൻ്റെ അധികാര സ്വരൂപങ്ങളെ നമ്മൾ പ്രതിരോധിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ഇത് നോർമലൈസ് ചെയ്യപ്പെടും. ഇത് നോർമലൈസ് ചെയ്യപ്പെടുകയും അത് ഒരു ശീലമായിട്ട് മാറുകയും ചെയ്യും. ഈ ശീലമായി മാറുന്നതിൻ്റെ ഇടയിൽ ഇതിനെ പല കാര്യങ്ങളെ ലീഗലൈസ് ചെയ്യാൻ അതാത് ഭരണകൂടങ്ങൾ ശ്രമിക്കും. ഇപ്പോൾ അയോധ്യയ്ക്ക് സംഭവിക്കുന്നത് നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സംഭവവികാസങ്ങൾക്ക് ശേഷം ഇതിനെ കോടതി വിധികളിലൂടെയും മറ്റു തരത്തിലുള്ള സമവായങ്ങളിലൂടെയും
അല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ചൊക്കെ ലീഗലൈസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ലീഗലൈസ് ചെയ്ത് കഴിയുന്ന അത്രയും കാലത്തിൻ്റെ നാൾവഴികൾക്ക് ശേഷം ഇത് നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. നോർമലൈസ് ചെയ്യപ്പെടുന്നതോടുകൂടെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഇത് വളരെ സ്വാഭാവികമായി വരുന്ന ഒരു സംഗതിയാണ്. ഇതൊരു സാധാരണ ക്ഷേത്രം വരുന്നു, അതിലെന്താണ് ഇത്ര വലിയ പ്രശ്നം എന്ന തരത്തിലേക്ക് ആളുകളെ, സാധാരണ ജനത്തെ ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തിക്കാൻ ഒരുപക്ഷെ സംഘപരിവാറിന് 90-കൾക്ക് ശേഷമെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ 2024 എത്തി നിൽക്കുമ്പോഴേക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതാണ് അയോധ്യയുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് കോ എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് എന്താണ് അയോധ്യ എന്നുള്ളതാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ്, അതുപോലെ ശീലങ്ങളിലേക്ക് എങ്ങനെയാണ് അയോധ്യ കടന്നു വരിക, അവിടുത്തെ സാമ്പത്തിക താല്പര്യങ്ങളിലേക്ക് അയോധ്യ എങ്ങനെ കടന്നു വരുന്നു, ഈ പറയുന്ന രാഷ്ട്രീയത്തെ അവരെങ്ങനെ വ്യയം ചെയ്തെടുക്കും, ഇതിൻ്റെ ഔട്ട്പുട്ടിനെ എങ്ങനെയാണ് അവർ കൾട്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതായിരിക്കും ഇനി അങ്ങോട്ടുള്ള അയോധ്യയുടെ ഒരു പിക്ചർ. ആ അയോധ്യയുടെ പിക്ചറായിരിക്കും ഇന്ത്യയുടെ ഒരു മെയിൻ ലാൻഡിനെ, അല്ലെങ്കിൽ ഒരു ഹിന്ദി ഹൃദയഭൂമിയെ ഭരിക്കാൻ സാധ്യതയുള്ള ഒരു ഫാക്ടറായിട്ട് അവരെങ്ങനെ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള, വളരെ പ്രീമെഡിറ്റേറ്റഡ് ആയ കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടകൾ, കൃത്യമായ കോൺസ്പിറസിയിലൂടെ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ എല്ലാ കോൺസ്പിറസിക്കും അപ്പുറം വർഷങ്ങൾക്ക് ശേഷം ഇത് വളരെ നോർമലൈസ് ചെയ്ത, വളരെ ലീഗലൈസ് ചെയ്ത ഒരു സാധാരണ ആത്മീയ വിഷയമായി മാറുന്നു എന്ന് പറയുന്നിടത്താണ് നമ്മളീ പറയുന്ന അത് പൊതുജനം, എഴുത്തുകാർ, സിനിമാക്കാർ, ഗായകർ എല്ലാം ഇതിൻ്റെ പൂജകളുടെ പ്രസാദങ്ങൾ ഏറ്റുവാങ്ങുന്ന തലത്തിലേക്ക് ഒരു രാജ്യം എത്തപ്പെടുമ്പോൾ ഈ എന്തൊക്കെയായിരുന്നു ഇതിനു മുമ്പ് സംഭവിച്ചത് എന്ന് ഓർക്കുന്ന കുറച്ച് പേരെങ്കിലും, അല്ലെങ്കിൽ കുറച്ച് വേറെ തരത്തിൽ സെക്കുലറായ മനുഷ്യരെങ്കിലും ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് അയോധ്യയിലെ രാമക്ഷേത്രം മറ്റ് ക്ഷേത്രങ്ങളുടെയോ മറ്റ് പാരമ്പര്യങ്ങളുടെയോ മറ്റു തരത്തിലുള്ള പൗരാണിക ചരിത്രത്തിൻ്റെയോ എല്ലാ തരത്തിലുള്ള ചരിത്രത്തെ അല്ലെങ്കിൽ അതിൻ്റെ അനുഭവങ്ങളെല്ലാം ഡീകൺസ്ട്രക്റ്റ് ചെയ്യുന്നു എന്ന് പറയാൻ കാരണം, ആ ഡീകൺസ്ട്രക്റ്റ് ചെയ്യൽ ഒരിക്കലും അത് സന്തോഷകരമായ ഒരു ഡീകൺസ്ട്രക്ഷൻ അല്ല, മറിച്ച് അത് വളരെയധികം വിഷമസന്ധികളെ അവതരിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് മോശം ഓർമ്മകളുടെ ഒരു ഔട്ട്കമായിട്ട് പുറത്തു വന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അയോധ്യയുടെ ഒരു ചിത്രം എന്ന് എനിക്ക് തോന്നുന്നു.